السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, മദാരിജ് സാലിക്കീൻ എന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ കിതാബിലെ അതിൽ നിന്ന് ക്രോഡീകരിച്ചിട്ടുള്ള അലിക്സീർ എന്ന ഗ്രന്ഥത്തിൽ അടുത്ത ഭാഗം മൻസിലത്തു സുഹദ്, സുഹദിൻ്റെ മൻസിലത്താണ്. അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ തെളിയിച്ചു കൊടുക്കേണ്ട വ്യത്യസ്ത മൻസിലത്തുകളിൽ, മഖാമുകളിൽ അടുത്തത് പറയുന്നത് മൻസിലത്തു സുഹദ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ഖാല അല്ലാഹു തആല, സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹ്വുൻ വസീനത്തുൻ. ഇഅ്ലമു, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം എന്നുള്ളത്, ലഅബുൻ കളിയാണ്, വലഹ്വുൻ വിനോദമാണ്, വസീനത്തുൻ അതൊരു അലങ്കാരമാണ്, വതഫാഖുറും ബൈനക്കും പരസ്പരം നിങ്ങളുടെ ഇടയിൽ പരസ്പരം പെരുമ നടിക്കലാണ്, വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് സമ്പത്തിൻ്റെയും സന്താനങ്ങളുടെയും ആധിക്യം പരസ്പരം പ്രകടിപ്പിക്കലാണ്, പെരുമ കാണിക്കലാണ്. എന്നിട്ട് പറഞ്ഞു, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ, അതിൻ്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മഴ പോലെയാണ്. ആ മഴ ഒരു കൃഷിക്കാരനെ അത്ഭുതപ്പെടുത്തുന്നു. നബാതുഹു, ആ മഴ കാരണം മുളച്ചു വരുന്ന ചെടികൾ. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുതാമ, എന്നിട്ട് അത് വിളവെടുക്കേണ്ട സമയത്ത് വിളവെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ വളർന്ന് അത് മഞ്ഞ നിറമായി അത് നുരുമ്പിപ്പോകുന്ന അവസ്ഥയിൽ ആ കൃഷിക്കാരൻ കാണുകയാണ്. അതുപോലെയാണ് ദുനിയാവ്. അഥവാ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ വിത്തിറക്കി, അവൻ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇനി നല്ല മഴ ലഭിച്ചാൽ അതിൻ്റെ വിളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ മഴ വർഷിച്ച് ആ വിളവ് ലഭിക്കുമ്പോൾ ആ വിളവ് കൊയ്തെടുത്തിട്ടില്ല എങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? അത് നുരുമ്പിപ്പോയി, അത് നശിച്ചു പോകും. അതാണ് ദുനിയാവിൻ്റെ ഉപമ എന്നുള്ളത്. അഥവാ ഏതൊരു കാര്യവും ദുനിയാവിൽ നമുക്ക് ആഗ്രഹം തോന്നിപ്പിക്കുന്ന, ഇഷ്ടം തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അത് എന്നെന്നും നിലനിൽക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും. ഇപ്പോൾ സമ്പത്താവട്ടെ, സന്താനങ്ങളാവട്ടെ, പ്രതാപമാവട്ടെ, പ്രശസ്തിയാവട്ടെ, വിനോദങ്ങളാവട്ടെ, എന്ത് കാര്യമാണെങ്കിലും. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, അല്ലെങ്കിൽ നമ്മളതിനെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെയാണ്, അതുപോലെയാണ് ദുനിയാവിൻ്റെ അവസ്ഥ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു അല്ലാഹു തആല, വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. എന്നാൽ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വേദനയേറിയ ശിക്ഷയും അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അള്ളാഹുവിൻ്റെ തൃപ്തിയുമാണുള്ളത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവ് എന്നുള്ളത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്, കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. ഇത് സുഹദിനെ പറ്റി പരാമർശിക്കുന്ന, അല്ലെങ്കിൽ ദുനിയാവിനോട് വിരക്തി ഉണ്ടായിരിക്കേണ്ടത്, സുഹദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള വിരക്തി ഉണ്ടായിരിക്കേണ്ടതിന് പ്രോത്സാഹിപ്പിക്കുന്ന ആയത്താണ്. ഇതേ ആശയത്തിൽ അല്ലെങ്കിൽ ഇതേ രീതിയിൽ ധാരാളം ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. മറ്റൊരായത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നത്, വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. സൂറത്തുൽ അഅലയിലെ 16-17 ആയത്തുകൾ. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, എന്നാൽ പരലോകമാണ് നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ളതും. വൽ ഖുർആൻ മംലൂഉൻ മിനത് തസ്ഹീദ് ഫിദ് ദുനിയ. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ രണ്ട് ആയത്തുകൾ കൊടുത്ത് തുടർന്ന് എന്താണ് സുഹദ്, എന്താണ് അതിൻ്റെ മൻസിലത്ത്, എന്താണ് അതിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നു. വൽ ഖുർആൻ മംലൂഉൻ മിനത് തസ്ഹീദ് ഫിദ് ദുനിയ, ഖുർആൻ എന്നുള്ളത് നിറഞ്ഞിരിക്കുകയാണ് ദുനിയാവിനോടുള്ള വിരക്തി ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ച്. വൽ ഇഖ്ബാരി ബിഖിസ്സതിഹാ വഖില്ലതിഹാ വഇൻഖിതാഇഹാ, അതുപോലെ തന്നെ ഖുർആനിൽ അതിൻ്റെ നിന്ദ്യത, അത് എത്രത്തോളം നിസ്സാരമാണ് എന്നും അത് എത്രത്തോളം ചെറുതാണ് എന്നും അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് എന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്.
വസുർഅതി ഫനാഇഹ, അത് പെട്ടെന്ന് തന്നെ അത് നീങ്ങിപ്പോകും, അത് നിലനിൽക്കില്ല എന്നുള്ളത്. വതർഗീബ് ഫിൽ ആഖിറ, അതുപോലെ തന്നെ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് പരലോകത്തേക്കുള്ള തർഗീബ്, പരലോകത്തേക്ക് പ്രതീക്ഷയേകുന്ന കാര്യം. വലിഖ്ബാരി ബിശറഫിഹ വദവാമിഹ വസുർഅതി ഇഖ്ബാലിഹ, അതുപോലെ പരലോകത്തിൻ്റെ ശ്രേഷ്ഠത, അത് നിലനിൽക്കുന്നതാണ് എന്നുള്ളത്, അതുപോലെ തന്നെ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിലേക്ക് ചെന്നെത്തും, അതെത്താനായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു. فإذا أراد الله بعبد خيرا أقام في قلبه شاهدا يعاين به حقيقة الدنيا والآخرة. فإذا أراد الله بعبد خيرا, الله تعالى ഒരടിമക്ക് ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അഖാമ ഫി ഖൽബിഹി ഷാഹിദൻ, അവൻ്റെ ഖൽബിൽ ഒരു ഷാഹിദിനെ അഥവാ ബോധ്യപ്പെടുന്ന ഒരു സാക്ഷ്യം വഹിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കും. എന്ത് സാക്ഷ്യം വഹിക്കുന്നത്? യുആയിനു ബിഹി ഹഖീഖത്ത ദുനിയ വൽ ആഖിറ, ആ ഒരു സാക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ ഖൽബിൻ്റെ ആ ഒരു കാഴ്ചയിലൂടെ, ആ ബോധ്യത്തിലൂടെ അവന് കാണാൻ സാധിക്കും ദുനിയാവിൻ്റെ ഹഖീഖത്ത് എന്താണ് എന്നും പരലോകത്തിൻ്റെ ഹഖീഖത്ത് എന്താണ് എന്നും. വയുസിറു മിൻഹുമാ മാ ഹുവ ഔലാ ബിൽ ഈസാർ, അങ്ങനെ ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ കൂടുതൽ പ്രാധാന്യത്തിന് അർഹമായിട്ടുള്ളത് അതിനുള്ള പ്രാധാന്യം നൽകുന്നതിനേക്കും പ്രോത്സാഹനം നൽകും. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും സംഭവിച്ചു പോകുന്ന വലിയൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുനിയാവിൻ്റെ യാഥാർത്ഥ്യവും പരലോകത്തിൻ്റെ യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നിടത്ത് വരുന്ന വീഴ്ചയാണ്. അല്ലെങ്കിൽ അതിൽ അശ്രദ്ധ സംഭവിക്കുകയോ അല്ലെങ്കിൽ അതിൽ മറവി സംഭവിക്കുകയാണ്. ദുനിയാവ് എന്നുള്ളത് ഏത് നിമിഷവും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാവുന്നതും അവസാനിക്കുന്നതുമാണ്. പക്ഷെ നാം അതിൽ കൂടുതൽ പ്രതീക്ഷ വെക്കുന്നു, കൂടുതൽ ആഗ്രഹങ്ങൾ വെക്കുന്നു. പരലോകമെന്നത് എപ്പോൾ വേണമെങ്കിലും നമ്മിലേക്ക് വന്നെത്താവുന്നതാണ്, പക്ഷെ നാം അതിനെ മറന്നു പോവുകയും ചെയ്യുന്നു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം തുടർന്ന് പറയുന്നു, വസമിഅതു ശൈഖൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത റഹിമഹുല്ലാഹ് ഖദ്ദസല്ലാഹു റൂഹഹു യഖൂൽ, ഞാൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കു മാ ലാ യൻഫഉ ഫിൽ ആഖിറ, പരലോകത്തേക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വൽ വറഉ തർക്കു മാ തഖാഫു ദററഹു ഫിൽ ആഖിറ, വറഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തേക്ക് ഉപദ്രവമുണ്ടാകുന്ന കാര്യങ്ങൾ അതിനെ ഒഴിവാക്കലാണ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് ഉപകാരമില്ലാത്ത എല്ലാ കാര്യവും ഒഴിവാക്കലാണ്. ചെയ്യുന്ന കാര്യമൊക്കെ പരലോകത്തേക്ക് ഉപകാരമുള്ളത് മാത്രമായിരിക്കും. വറഅ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കും. ഉപകാരം ഉണ്ടോ ഇല്ലയോ നോക്കുന്നില്ല, പക്ഷെ പരലോകത്തേക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കും. ഈ സുഹദും വറഉം എന്താണ് എന്നുള്ളതിൽ വിശദീകരിക്കുന്നതിൽ ഉലമാക്കൾ പല രീതിയിൽ അതിനെല്ലാം വ്യാഖ്യാനിച്ച് കാണാം. ഇത് ഏറ്റവും നല്ലൊരു ആശയമാണ്. സുഹദ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, എന്ത് ചെയ്യുമ്പോഴും പരലോകത്തേക്ക് ഉപകാരമുള്ളതായിരിക്കും. വറഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തേക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. വഹാദിഹിൽ ഇബാർ, അടുത്ത മൻസിലത്തിൽ വറഅാണ്, അതിൽ വറഉമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. വഹാദിഹിൽ ഇബാറത്തു മിൻ അഹ്സനി മാ ഖീല ഫി സുഹ്ദി വൽ വറഇ വഅജ്മഇഹാ, ഈ ഒരു ഇബാറത്ത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ സുഹദും വറഉമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്ക് ഈ ഒരു വിഷയത്തിൽ സുഹദിനെയും വറഇനെയും പറ്റി പറയുന്നതിൽ ഏറ്റവും മനോഹരമായതും ഏറ്റവും പരിപൂർണവുമായിട്ടുള്ള വാക്കാണ്. ഖാല സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്സുഹുദു ഫി ദുനിയ, ദുനിയാവിൽ സുഹദ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിസറുൽ അമൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള പ്രതീക്ഷ. നാളെ അങ്ങനെ ഉണ്ടാവും, ഞാൻ എത്ര കാലം ജീവിച്ചാൽ എത്ര കാര്യമുണ്ടാവും, ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെ ദുനിയാവിലുള്ള പ്രതീക്ഷ അത് കുറയുക എന്നുള്ളതാണ്. അഥവാ ഏത് സമയം വേണമെങ്കിലും ഞാൻ മരണപ്പെട്ടു പോകാം എന്നുള്ള ബോധം ഉണ്ടാവുക. ലൈസ ബി അക്ലിൽ ഖലീബ് വലാ ലുബ്സിൽ അബാഹ്, എന്നാൽ സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള അല്ലെങ്കിൽ ഉണങ്ങിയ റൊട്ടി ഭക്ഷിക്കുന്നതോ അല്ലെങ്കിൽ പരുപരുത്ത വസ്ത്രം ധരിക്കുന്നതോ അല്ല യഥാർത്ഥത്തിൽ സുഹദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. കാരണം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ തസവുഫിൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ സുഹദിൻ്റെ പേരും പറഞ്ഞ് പിഴച്ച തസവുഫിലേക്കുള്ള വാദത്തിൽ ആളുകൾ ആയി തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷണമായിട്ട് അവർ കൊണ്ടു നടന്നിരുന്ന കാര്യം ഏറ്റവും കട്ടിയുള്ള റൊട്ടികൾ കഴിക്കുക, മോശപ്പെട്ട സാധനങ്ങൾ മാത്രം കഴിക്കുക. മോശപ്പെട്ട ഉദ്ദേശിച്ചത് മുന്തിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും പരുപരുത്തതും കട്ടിയുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ. അതുപോലെ വസ്ത്രം, നല്ല വസ്ത്രങ്ങൾ ധരിക്കൂല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കൂല, ഏറ്റവും പരുക്കൻ വസ്ത്രങ്ങൾ ധരിക്കുക, അങ്ങനെയുള്ള. അപ്പോൾ അതെല്ലാം സുഹദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ്സിലുള്ള പ്രതീക്ഷ കുറയുക എന്നുള്ളതാണ് എന്ന്.
وقال الإمام أحمد ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞു അദമു ഫർഹിഹി ബിഇഖ്ബാലിഹ സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവ് വന്നു കഴിഞ്ഞാൽ ദുനിയാവ് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കാതിരിക്കുക ആഹ്ലാദിക്കാതിരിക്കുക വലാ ഹുസ്നുഹു അല ഇദ്ബാരിഹ ആ ദുനിയാവ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ദുഃഖമില്ലാതിരിക്കുക ഇതാണ് സുഹദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ദുനിയാവിലെ എന്തെങ്കിലും വസ്തുക്കൾ ലഭിച്ചാൽ അതിൽ ആ പരിധി വിട്ട ആഹ്ലാദമില്ലാതിരിക്കുക, അതുപോലെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ദുഃഖമില്ലാതിരിക്കുക, അതാണ് സുഹദ് എന്നുള്ളത്. ഫഇന്നഹു സുഇല അനി റജുലി യകൂനു മഅഹു അൽഫു ദീനാർ ഹൽ യകൂനു സാഹിദൻ. ഒരിക്കൽ ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കയ്യിൽ 1000 ദീനാറുണ്ട്, അയാൾക്ക് 1000 ദീനാർ അയാളുടെ കയ്യിലുണ്ട്. 1000 ദീനാർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സ്വത്തുണ്ട്. ഹൽ യകൂനു സാഹിദൻ, അയാൾക്ക് സാഹിദാകാൻ സാധിക്കുമോ, അയാൾക്ക് സുഹദുള്ള ആളാകാൻ സാധിക്കുമോ? ഫഖാല, അപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു നഅം, അവന് പറ്റും, അവന് സാഹിദാകാൻ പറ്റും. അലാ ശരീഅത്തിൻ, പക്ഷെ ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധനയുണ്ട്. അല്ലാ യഫ്റഹ ഇദാ ജാദത് വലാ യഹ്സൻ ഇദാ നഖസത്. അവന് ആ 1000 ദീനാറിൽ എന്തെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അതിൽ അവൻ എന്തുണ്ടാകാൻ പാടില്ല, ആഹ്ലാദമുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ദുഃഖവും ഉണ്ടാകാൻ പാടില്ല. അഥവാ ദുനിയാവ് കിട്ടുന്നതിലും കുറയുന്നതിലും അവനൊരു എന്തുണ്ടാകാൻ പാടില്ല, ഒരു മാറ്റവും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കണം. അഥവാ മാനുഷികമായിട്ടുള്ള സന്തോഷവും ദുഃഖവും എല്ലാം പരിധി വിട്ടിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത് തഫ്സീർ ചെയ്യുന്നിടത്താണ് ഇമാം അഹ്മദ് സൂറത്തുൽ ഹദീദിലെ ലികൈലാ തഅസു അലാ മാ ഫാതഹും വലാ തഫറഹു ബിമാ അതാകും എന്നുള്ള ആയത്ത് ഓതിയത്. അഥവാ അല്ലാഹു തആല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും ലഭിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വഖാല അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാ, സലഫുകളിൽപ്പെട്ട വലിയ ജാഹിദായിരുന്ന വ്യക്തിയായിരുന്നു അബൂ സുലൈമാൻ അദ്ദാറാനി. അദ്ദേഹം പറഞ്ഞു, സുഹദ് എന്ന് പറഞ്ഞാൽ തർക്കു മാ യുശ്ഗിലു അനില്ലാ, അള്ളാഹുവിനെ തൊട്ട് തിരക്കിലാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്റിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ, അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന എന്ത് കാര്യമാവട്ടെ അത് ഒഴിവാക്കുക. നമ്മെ തെറ്റിക്കുന്ന ഏത് കാര്യമാവട്ടെ അത് ഒഴിവാക്കുക, അല്ല ആ കാര്യം ഒഴിവാക്കുക എന്നുള്ളത്. വഖദ് ഖാല ഇമാം അഹ്മദ് ബിൻ ഹംബൽ അസ്സുഹ്ദു അലാ സലാസത്തി ഔജുഹിൻ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു, സുഹദ് എന്നുള്ളത് 3 വജ്ഹിലായിട്ടുണ്ടാകും, 3 വശത്തിലൂടെ ഉണ്ടാകും. അൽ അവൽ, അതിൽ ഒന്നാമത്തേത് തർക്കുൽ ഹറാം വഹ്വ സുഹ്ദുൽ അവാം. ഒന്നാമത്തേത് സുഹദിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പടി അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് സുഹദുൽ അവാമാണ്, അഥവാ പൊതുവായി എല്ലാവരിലും ഉണ്ടാകുന്ന സുഹദാണ്, അഥവാ എല്ലാവരുടെ മേലെയും നിർബന്ധമായിട്ടുള്ള സുഹദാണ് തർക്കുൽ ഹറാം, സുഹദുൽ അവാം എന്ന് പറയുന്നത്. ആം ആയിക്കൊണ്ട് എല്ലാ ആളുകളുടെ മേലെയും ഉണ്ടാകുന്നത്. വസ്സാനി, രണ്ടാമത്തേത് തർക്കുൽ ഫുദൂലി മിനൽ ഹലാലി വഹ്വ സുഹദുൽ ഖവാസ്. രണ്ടാമത്തേത് ഹലാലായതിൽ തന്നെ ഫുദൂലുകൾ, ഹലാലായ കാര്യങ്ങളിൽ തന്നെ അമിതമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കലാണ്. വഹ്വ സുഹ്ദുൽ ഖവാസ്, അത് പ്രത്യേകമായിട്ടുള്ള ആളുകളുടെ സുഹ്ദാണ്. ഒന്നാമത്തേത് ഹറാം ഒഴിവാക്കുക എന്നുള്ളത് പൊതുവായിട്ടുള്ള സുഹ്ദാണ്. എന്നാൽ പ്രത്യേകം ചില ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് ഹലാലായതിൽ തന്നെ ഫുദൂലുകൾ ഒഴിവാക്കുക. അഥവാ ഒരു ഭക്ഷണം അവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉറക്കം അവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെയും ഉറങ്ങിക്കൊണ്ടിരിക്കുക, അങ്ങനെ എന്ത് കാര്യവും ആവശ്യത്തിനപ്പുറത്തേക്കുള്ളതിനാണ് ഫുദൂൽ എന്ന് പറയുക. സംസാരമാവട്ടെ, എന്ത് കാര്യമാവട്ടെ, ഹലാലായ ഏത് കാര്യത്തിലും പെടും. അത് ഒഴിവാക്കുന്നതിന് സുഹദുൽ ഖവാസ്. വസാലിസ്, മൂന്നാമത്തേത് തർക്കു മാ യുശ്ഗിലു അനില്ലാ, അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കുന്ന, അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരുവനെ തെറ്റിക്കുന്ന, തിരക്കിലാക്കുന്ന കാര്യത്തെ ഒഴിവാക്കുക. വഹുവ സുഹ്ദുൽ ആരിഫീൻ, ഇതാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയ, അള്ളാഹുവിനെ അറിഞ്ഞ ആളുകളുടെ സുഹദ്. അത് സുഹദിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ്. والذي أجمع عليه العارفون أن الزهد سفر القلب من وطن الدنيا وأخذه في منازل الآخرة. ആരിഫീങ്ങൾ അള്ളാഹുവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള, അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ബോധ്യപ്പെട്ടിട്ടുള്ള, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അതിൽ മുന്നിട്ടിട്ടുള്ള ആളുകൾ, അവർ പറഞ്ഞത് കാണാം, അവർ ഏകോപിച്ചിട്ടുള്ള ഒരു തഅരീഫാണ് സുഹദിനെ സംബന്ധിച്ച്. സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫറുൽ ഖൽബി മിൻ വതനി ദുനിയ, ദുനിയാവിൻ്റെ ഈ നാട്ടിൽ നിന്ന്, അഥവാ ദുനിയാവിൽ നിന്ന് ഒരാളുടെ ഖൽബ് യാത്ര പോവുകയാണ്. വഖ്ദുഹു ഫി മനാസിലിൽ ആഖിറ, അങ്ങനെ പരലോകത്തിൻ്റെ മൻസിലത്തുകൾ, പരലോകത്തിൻ്റെ സ്ഥാനങ്ങൾ നേടിയെടുക്കലാണ്. അഥവാ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ ഖൽബ് മുഴുകിപ്പോകാതെ, അതിൻ്റെ തിരക്കുകളിൽ മുഴുകിപ്പോകാതെ
പരലോകത്തെ കാര്യങ്ങളിലേക്ക് നേടിയെടുക്കാനുള്ള നേടിയെടുക്കുന്നതിനാണ് സുഹൃദ് എന്ന് പറയുന്നത്. വമുതഅല്ലഖതുൻ സിത്തത്തു അഷിയ, 6 കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അഥവാ ഒരാൾക്ക് സുഹൃദ് ഉണ്ടാവണമെങ്കിൽ അവൻ ബന്ധപ്പെട്ട് കിടക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അഥവാ ദുനിയാവിൻ്റെ അവസ്ഥയിൽ നിന്ന് കൽബ് പരലോകത്തെ മനാസിലുകൾ തേടിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ലാ യസ്തഹിഖുൽ അബ്ദു ഇസ്മ സുഹ്ദി ഹത്താ യസ്ഹദ ഫീഹാ. ഈ 6 കാര്യങ്ങളോട് വിരക്തി കാണിക്കാതെ ഒരു സാഹിദാകാൻ ഒരാൾക്ക് സാധിക്കുകയില്ല, അല്ലെങ്കിൽ സുഹൃദുള്ള ആളാണെന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കില്ല. ഇനി പറയുന്ന 6 കാര്യങ്ങളോട് ഒരാൾക്ക് വിരക്തിയില്ലാതെ ഒരാളെ സുഹൃദുള്ള ആളാണെന്ന് പറയാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ യോജിക്കുകയില്ല അവന് എന്ന് പറയാണ്. വഹിയ, അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അൽമാൽ, സമ്പത്തിനോടുള്ള നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആസക്തി അതില്ലാതിരിക്കണം. വസുവർ, അവൻ്റെ കോലം, അവൻ്റെ വേഷം, അവൻ്റെ രൂപം ഇന്നതായിരിക്കണം, അങ്ങനെയായിരിക്കണം, അതിനോടുള്ളൊരു ആസക്തി ഒഴിവാക്കണം. വരിയാസ, നേതൃത്വത്തിനോടുള്ളത്, അധികാരത്തിനോടെല്ലാം ഉള്ളത്. വന്നാസ്, ജനങ്ങളുടെ ഇടയിൽ പേരും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം. വന്നഫ്സ്, സ്വന്തത്തിൻ്റെ താല്പര്യങ്ങൾ, സ്വന്തം നഫ്സിൻ്റെ താല്പര്യങ്ങൾ. വകുല്ലു മാ ദൂന അല്ലാഹ്, പിന്നെ 6-ാമത്തേത് അള്ളാഹുവിനൊഴികെയുള്ള ഏത് കാര്യത്തിനും, അള്ളാഹുവിന് വേണ്ടിയല്ലാത്ത ഏത് കാര്യത്തിനും ഒഴിവാകുമ്പോഴല്ലാതെ ഒരാൾക്ക് സുഹൃദുള്ള ആളെന്ന് പറയാൻ സാധിക്കില്ല. സമ്പത്ത്, അതുപോലെ തന്നെ അവൻ്റെ രൂപവും കോലവും അങ്ങനെയുള്ള കാര്യങ്ങൾ, നേതൃത്വം, ജനങ്ങളുടെ ഇടയിലുള്ള പേര്, പ്രശസ്തി, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, സ്വന്തത്തിൻ്റെ താല്പര്യങ്ങൾ, അള്ളാഹു അല്ലാത്ത മറ്റ് ഏതൊരു കാര്യത്തിനോടും ഇതിൽ നിന്ന് അതിനോടുള്ള ആസക്തിയിൽ നിന്ന് നമ്മൾ ഒഴിവായിരിക്കണം. അപ്പോൾ ചില ആൾക്ക് തോന്നും, അപ്പോൾ ഇതൊന്നും വേണ്ടേ, ഇപ്പോൾ ഒരാൾക്ക് സമ്പത്ത് വേണ്ടേ, നല്ല വേഷം ധരിച്ചുകൂടെ എന്നുള്ളതൊക്കെ അത് ഇബ്നുൽ ഖയ്യിം തുടർന്ന് അത് വിശദീകരിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, വലൈസൽ മുറാദു റഫ്ദഹാ മിനൽ മുൽക്ക്. ഇതിൻ്റെ അർത്ഥം, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു ആധിപത്യവും വേണ്ട, അല്ലെങ്കിൽ ഒരു അധികാരവും വേണ്ട, അല്ലെങ്കിൽ ഒരു സമ്പത്തും വേണ്ട എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഒരുത്തൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ദുനിയാവിൽ ഹലാലായ കാര്യങ്ങൾ, അതൊന്നും വേണ്ട, അതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയാണ്, ഫഖദ് കാന സുലൈമാൻ വ ദാവൂദ് മിൻ അസ്ഹദി അഹ്ലി സമാനിഹാ. നമുക്ക് അറിയാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം നബിമാരാണ്, രാജാക്കന്മാരായിരുന്നു. മിൻ അസ്ഹദി അഹ്ലി സമാനിഹ, അവരുടെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സുഹൃദ് ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും സുഹൃദുള്ള ആളുകൾ അവരാണ്, കാരണം നബിമാരാണ്. വലഹുമാ മിനൽ മാലി വന്നിസാഇ വൽ മുൽക്കി മാ ലഹുമാ, അവർക്ക് പക്ഷേ സമ്പത്തുണ്ടായിരുന്നു, അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഭാര്യമാർ 100 300 അങ്ങനെ പല രൂപായത്തുകൾ വന്നിട്ടുണ്ട്, അത്രയും ഭാര്യമാരുണ്ടായിരുന്നു. അതുപോലെ മുൽക്ക്, അവർ രാജാക്കന്മാരാണ്, അവരത്ര ആധിപത്യമുള്ള ആളുകളില്ല, പക്ഷെ അവരായിരുന്നു ഏറ്റവും ജാഹിദീയങ്ങളായിട്ടുണ്ടായിരുന്നത്. വകാന നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹദൽ ബശരി അലൽ ഇത്ലാഖ്, നിരുപാധികം ഒരു സംശയമില്ല ഏറ്റവും സുഹൃദുള്ള വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലഹു തിസ്ഉ നിസ്വ, അവിടുന്ന് മരണപ്പെടുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ടായിട്ടുണ്ട്, 9 ഭാര്യമാർ അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുഹൃദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തൊന്നും വേണ്ട, അധികാരമൊന്നും വേണ്ട, വിവാഹമൊന്നും കഴിക്കൂല, അതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വ്യക്തമാക്കുകയാണ്. ഇനി അതുപോലെ തന്നെ സലഫുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ, വക്കാന അലീബിന് സഹാബികളെ, വക്കാന അലീബിന് അബി ത്വാലിബ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വ സുബൈർ വ ഉസ്മാൻ മിനസ് സുഹാദ്, അലി റളിയല്ലാഹു അൻഹു ആവട്ടെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആവട്ടെ, സുബൈർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും, ഇവരെല്ലാവരും സഹാബികളാണ്. മിനസ് സുഹാദ്, അവരെല്ലാം സാഹിത്യങ്ങളായിരുന്നു. മഅമാലഹും മിനൽ അംവാൽ, പക്ഷെ അവർക്ക് സമ്പത്തുണ്ടായിരുന്നു, അവരുടെ പണം ഉണ്ടായിരുന്നു. വക്കാന ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമാ, അലി റളിയല്ലാഹുവിന്റെ മകൻ ഹസൻ, മിനസ് സുഹാദ്, സാഹിത്യങ്ങൾപ്പെട്ട ആളായിരുന്നു. മഅ അന്നഹു കാന മിൻ അക്തറിൽ ഉമ്മത്തി മഹബ്ബതൻ ലിന്നിസാഇ വനികാഹൻ ലഹുന്ന വഅഗ്നാഹും, എന്നാൽ ആ ഹസൻ റളിയല്ലാഹു അൻഹു ആളുകളിൽ സ്ത്രീകളോട് ഏറ്റവും ഇഷ്ടമുള്ള, അതുപോലെ തന്നെ ഏറ്റവും അധികം വിവാഹങ്ങൾ കഴിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഖനിയായിട്ടുള്ള വ്യക്തിയായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. ധാരാളം വിവാഹം കഴിച്ചിരുന്നതായി, അഥവാ വിവാഹം കഴിച്ച് തൊലാക്ക് ചെയ്തിട്ടും ആയിട്ട് ധാരാളം വിവാഹം ചെയ്തതായി കാണാം. ആ തൊലാക്ക് ചെയ്യുമ്പോഴെല്ലാം ആയിക്കൊണ്ട് ധാരാളം വലിയ സമ്പത്തും അതുപോലെ കാര്യങ്ങളുമെല്ലാം മുത്തല്ലഖത്തായ ഭാര്യമാർക്ക്, സ്ത്രീകൾക്ക് അവിടുന്ന് നൽകാറുണ്ടായിരുന്നു.
അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം വർദ്ധിക്കണം എന്നുള്ള നിലക്ക് ധാരാളം വിവാഹം കഴിച്ചതായി കാണാം. 100 മുകളിൽ അല്ലെങ്കിൽ 200 എന്ന നിലക്കും പല രീതിയിൽ എണ്ണങ്ങൾ കാണാം. സ്വഹീഹായിക്കൊണ്ട് തന്നെ ധാരാളം വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു ഇനി ഹസനിന് ആരും മക്കളെ അവരുടെ സ്ത്രീകളെ അഥവാ മക്കളെയോ സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കരുത് എന്നുവരെ പറയുന്ന അവസ്ഥയുണ്ടായി എന്നെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ പറയാനുള്ള ഉദ്ദേശം ധാരാളം വിവാഹം കഴിച്ചിരുന്നു, അതുപോലെ തന്നെ അവർക്കെല്ലാം സമ്പത്ത് കൊടുക്കാൻ സമ്പത്തും ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഹസൻ റളിയല്ലാഹു അൻഹു ജാഹിദീങ്ങളിൽപ്പെട്ട ആളാണ്. വകാന അബ്ദുല്ലാഹ് ബിൻ മുബാറക്, ഇനി സലഫുകളുടെ കാര്യം നോക്കുകയാണെങ്കിലോ അബ്ദുല്ലാഹ് ബിൻ മുബാറക് മിനൽ അഇമ്മത്തി സുഹാദ്, ജാഹിദീങ്ങളുടെ ഇമാമിങ്ങളിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹ് ബിൻ മുബാറക്. പക്ഷേ മഅമാലിൻ കസീർ, ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ മുബാറക്കിന് ഒപ്പം ഹജ്ജിന് വരുന്ന ആളുകളുടെ എല്ലാ ചെലവും ഏറ്റെടുക്കാൻ മാത്രം സമ്പത്തുണ്ടായിരുന്ന ആളായിരുന്നു അബ്ദുല്ലാഹ് ബിൻ മുബാറക്. വകദാലിക ലൈസ് ബിൻ സഅദ് വസുഫിയാൻ മിൻ അഇമ്മത്തി സുഹാദ്, അതുപോലെ തന്നെ അന്ന് കാലത്ത് ഇമാമിയങ്ങളായിരുന്ന മദ്ഹബുകൾ ഉണ്ടായിരുന്ന ഇമാം ലൈസ് ബിൻ സഅദ്, അതുപോലെ സുഫിയാൻ ബിൻ സൗരി ആവട്ടെ, സുഫിയാൻ സൗരി ആവട്ടെ, സുഫിയാൻ ബിൻ ഉയൈന ആവട്ടെ, അവരൊക്കെ ജാഹിദീങ്ങളുടെ ഇമാമിയങ്ങളായി അറിയപ്പെടുന്നവരാണ്. വകാന ലഹു റഅ്സു മാലിൻ, അവർക്ക് ഒരു മൂലധനം ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നു. യഖൂൽ, അവർ പറയാറുണ്ടായിരുന്നു, സുഫിയാൻ റഹിമഹുള്ളയിൽ നിന്നെല്ലാം ഉദ്ധരിക്കപ്പെട്ട് കാണാം, അവർ പറയാറുണ്ടായിരുന്നു ലൗലാ ഹുവ ലതമന്ദല ബിനാ ഹഉലാഇ, അവർക്കുണ്ടായിരുന്ന സമ്പത്ത് കാണിച്ചുകൊണ്ട് അവർ പറയും, ഈ സമ്പത്തില്ലായിരുന്നുവെങ്കിൽ ഈ ആളുകളെല്ലാം നമ്മളെ വെറും മിന്തിയിലാക്കുമായിരുന്നു, അഥവാ ഒരു ടിഷ്യൂവിൻ്റെ വില മാത്രമേ നമുക്കൊക്കെ തരുമായിരുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞത് കാണാം. അപ്പോൾ സുഹൃദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷെ ഇതിനോടുള്ള താല്പര്യം, ഇതിനോടുള്ള ഖൽബിൻ്റെ തഅല്ലുഖ് ഒഴിവാക്കുക. സമ്പത്താവട്ടെ, അധികാരമാവട്ടെ, വേഷം ആവട്ടെ, പ്രസിദ്ധിയാവട്ടെ, പ്രശസ്തിയാവട്ടെ, ആ കാര്യങ്ങളോട്. എന്നിട്ട് ഈ ഒരു ബാബ് അവസാനിപ്പിക്കുന്നതിൽ പറയുന്നത് കാണാം, വമിൻ അഹ്സനി മാ ഖീല ഫി സുഹദ്, സുഹദിന്റെ വിഷയത്തിൽ പറഞ്ഞ വാചകങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വാക്ക് എന്നുള്ളത് കലാമുൽ ഹസൻ ഔ ഗൈരിഹി, ഹസനുൽ ബസരി അതുപോലെയുള്ള പല സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്കാണ്. ലൈസ സുഹദ് ഫി ദുനിയ, ദുനിയാവിലുള്ള സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിതഹ്രീമിൽ ഹലാൽ, ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കുക എന്നുള്ളതല്ല, അഥവാ അല്ലാഹു തആല അനുവദിച്ച കാര്യങ്ങൾ ഹറാമായി കാണുക എന്നുള്ളതല്ല. വലാ ഇദാഅത്തിൽ മാൽ, സമ്പത്ത് പാഴാക്കി കളയുക എന്നുള്ളതല്ല, അഥവാ സമ്പത്തൊന്നും എടുത്തു വെക്കാതെ അല്ലെങ്കിൽ സമ്പത്ത് യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കാതെ ഒന്നും വേണ്ടാന്ന് വെക്കലല്ല. വലാകിൻ അൻ തകൂന ബിമാ ഫീ യദില്ലാഹി ഔസഖ മിൻക ബിമാ ഫീ യദിക്, പക്ഷേ സുഹദ് എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കയ്യിലുള്ളത് എന്താണോ അതിൽ നിന്റെ കയ്യിലുള്ളതിനേക്കാൾ നിനക്ക് ദൃഢത ഉണ്ടാകലാണ്. അതായത് അൻ തകൂന ബിമാ ഫീ യദില്ലാ, അള്ളാഹുവിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്ന നിലക്കുള്ളതിൽ ഔസഖ മിൻക ബിമാ ഫീ യദിക്, നിന്റെ കയ്യിലുള്ളതിനേക്കാൾ നിനക്ക് വിശ്വാസവും ദൃഢതയും ഉണ്ടാവേണ്ട അതിലായിരിക്കണം. ഒരു കാര്യം വന്നു, ഒരാവശ്യം വന്നു, നമ്മുടെ കയ്യിൽ അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, വാഹനമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് വിചാരിക്കാം. പക്ഷെ അതിനേക്കാളെല്ലാം അള്ളാഹു സഹായിച്ചാലേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ നിയന്ത്രണം എന്ന നിലക്ക് ഇതിലുള്ളതിനേക്കാൾ പ്രതീക്ഷ നമുക്ക് അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതിലാവുമ്പോൾ അപ്പോഴാണ് അതുണ്ടാവുക. വൻ തകൂന ഫീ സവാബിൽ മുസീബ ഇദാ ഉസിബ്ത ബിഹാ, ഇനി അതേപോലെ തന്നെ നിനക്കൊരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ആ ബാധിച്ച മുസീബത്ത് കൊണ്ട് ലഭിക്കുന്ന പ്രതിഫലമായിരിക്കണം അർഗബ മിൻക ഫീഹാ ലൗ ലം തുസിബ്ക, നിനക്ക് ആ മുസീബത്ത് ബാധിക്കാതിരുന്നെങ്കിൽ എന്നതിനേക്കാൾ നിനക്ക് ഇഷ്ടമുള്ളത്. അതായത് ഒരു മുസീബത്ത് ബാധിക്കാൻ ആഗ്രഹിക്കണം, കൊതിക്കണം എന്നുള്ളതല്ല. ഇപ്പം ഏതെങ്കിലും ഒരു മുസീബത്ത് നിനക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ആ മുസീബത്തിൽ ക്ഷമിച്ചത് കൊണ്ട് നിനക്ക് ലഭിക്കുന്ന പ്രതിഫലമായിരിക്കണം ഇതെനിക്ക് വരാതിരുന്നെങ്കിൽ എന്ന് തോന്നുന്നതിനേക്കാൾ നിനക്ക് താല്പര്യമുണ്ടാകേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നീ യഥാർത്ഥ സാഹിദാവുക എന്നുള്ളത്. അതായത് ഒന്ന്, നിന്റെ കയ്യിലുള്ളതിനേക്കാൾ അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതിന് ദൃഢത ഉണ്ടാകുക, നിനക്ക് വിശ്വാസം ഉണ്ടാവുക, നീ പ്രതീക്ഷിക്കുക, നീ വരവേൽപ്പിക്കുക. രണ്ട്, നിനക്കൊരു മുസീബത്ത് ബാധിക്കുകയാണ് എങ്കിൽ, മുസീബത്ത് ബാധിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം എന്നല്ല, ഏതെങ്കിലും ഒരു മുസീബത്ത് നിനക്ക് ബാധിച്ചാൽ ആ ഒരു അവസ്ഥ അതിൽ ക്ഷമിക്കുമ്പോൾ പ്രതിഫലം കിട്ടും. അതേപോലെ ഇതെനിക്ക് ബാധിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാനും പറ്റും. ഈ രണ്ടെണ്ണത്തിൽ ക്ഷമിക്കുമ്പോഴുള്ള പ്രതിഫലം ആഗ്രഹിക്കലാണ് മറ്റേതിനേക്കാൾ, ഇതെനിക്ക് ബാധിക്കാതിരുന്നെങ്കിൽ എന്നതിനേക്കാൾ ആ ബാധിച്ചതിൽ ക്ഷമിക്കുമ്പോഴുള്ള പ്രതിഫലം
നിനക്ക് കൂടുതൽ താല്പര്യമുള്ളതാകുമ്പോഴാണ് നീ യഥാർത്ഥ സുഹൃദുള്ള ആളാവുക എന്നുള്ളത്. ഫഹാദാ മിൻ അജ്മഇ കലാമിൻ ഫി സുഹ്ദി വഅഹ്സനിഹി. ഈ ഒരു വാചകം കൊടുത്തിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, സുഹദിനെ സംബന്ധിച്ച് പറഞ്ഞതിൽ ഏറ്റവും പരിപൂർണമായതും അല്ലെങ്കിൽ ഏറ്റവും ആശയസമ്പൂർണവുമായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള വാക്ക് ഈ പറഞ്ഞ വാക്കാണ് എന്നുള്ളത്. അടുത്തത് മൻസിലത്തുൽ വറഅാണ്. ഇതെടുത്താൽ ഇപ്പോൾ തീരൂ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിലെടുക്കാം. അത് കുറച്ച് വായിക്കാനുണ്ട്, ഈ ഒരു സമയത്ത് തീരൂല. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.